ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2009 മോഡൽ വണ്ടിയാണ്. വണ്ടി ഫുൾ മെക്കാനിക്കൽ വർക്കിലാണ് വന്നിരിക്കുന്നത്. A to Z വർക്ക് ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് സോൾവ് ചെയ്യാനായിട്ട് വന്നിരിക്കും. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ള് കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും അതുപോലെ ക്ലച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റാക്കിലും ഇതിൽ നല്ലൊരു പ്ലേ ഉണ്ട്. അതുപോലെ സ്റ്റിയറിംഗിൻ്റെ റാക്കിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റും നല്ലൊരു പ്ലേ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗും അതുപോലെ തന്നെ നമ്മൾ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വർക്കും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ ഇറക്കിയതിൽ ചിലപ്പോൾ ABSൻ്റെ സെൻസർ ഏതെങ്കിലും കറക്റ്റ് സീറ്റിംഗ് ആകത്തതിൻ്റെ വാർണിംഗ് ലൈറ്റ് ആയിരിക്കും. അത് നോക്കിയിട്ട് ഒന്ന് നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കണം. ബാക്കി സസ്പെൻഷൻ്റെ ഭാഗമെല്ലാം പക്ക ക്ലിയർ ആയിട്ടുണ്ട്. എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സും മാറത്തതിൻ്റെ ഒരു ചെറിയൊരു വൈബ്രേഷൻ മാത്രം ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ക്ലച്ചെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൂക്കിൻ്റെ ക്ലച്ചാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ പാർട്സും ഏകദേശം നമുക്ക് ഒറിജിനലിൽ ഇടാവുന്ന പാർട്സുകളെല്ലാം ഒറിജിനൽ തന്നെ ഇട്ടിരിക്കുന്നത്. ബാക്കി നോർമൽ ഇടേണ്ട പാർട്സുകളെല്ലാം നമ്മൾ നോർമലിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ എല്ലാ വണ്ടികളിലും ഇന്നോവയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ നല്ല ഒളഞ്ചലായിരുന്നു. ഒളഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കൊക്കെ ഇങ്ങനെ എടുത്ത് പോകുന്ന ഒരു രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലാക്ക് റോഡ് പുഷൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയതുകൊണ്ട് ബാക്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. വണ്ടി ഇങ്ങനെ നമ്മൾ ഹമ്പൊക്കെ ചാടുമ്പോൾ ഇങ്ങനെ കുലുങ്ങി ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ബാക്ക് സൈഡൊക്കെ. അത് ആ ചെറിയൊരു 2 പുഷിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടാണ് ആ ഒരു കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ എല്ലാ സീറ്റ് ബെൽറ്റും സീറ്റിൻ്റെ ബോൾട്ടുകളും ഒന്ന് ടൈറ്റ് ചെയ്യണം. സൗണ്ട് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രൈവ് നോക്കുകയാണ്. ടെസ്റ്റ് ഡ്രൈവ് വർക്ക് മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞ് അലൈൻമെൻറ്റും കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലുണ്ടാകുന്ന കംപ്ലൈൻ്റ് എല്ലാം നമ്മൾ നോക്കിയിട്ട് ഇനി ബാക്കിയുള്ള സൗണ്ടുകൾ കാര്യങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് സീറ്റ് നമ്മൾ ഈ കോപ്പാസഞ്ചർ സീറ്റ് വന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് റെയിലിൽ. അതൊന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ മിഡ് സീറ്റ് നമുക്ക് നല്ലൊരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കിറുകിറ് എന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ട്. ഡോർ പാഡ് സൈഡിൽ നിന്നും ഒരു സൗണ്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡ് സീറ്റാണ് ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ടാകുന്നത്. അത് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്താൽ തന്നെ ക്ലിയർ ആവുന്ന സൗണ്ടാണ്. ലെഫ്റ്റ് സൈഡ് സീറ്റിൽ വന്നിട്ട് നമുക്ക് റെയിലിൻ്റെ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യണം. അതുപോലെ സ്റ്റിയറിങ്ങിന് നല്ല പ്ലേ ഉണ്ട്. നമ്മൾ നിർത്തിയിട്ട് കാണിച്ചു തരാം. നിർത്തിയിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇത്രത്തോളം ഫ്രീ പ്ലേ ആണ് ഇതിനകത്തുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഫുള്ളായിട്ട് പോയിരിക്കുകയാണ്. ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഫുള്ളായിട്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കായിട്ട് അതിൻ്റെ സ്റ്റാർ ഉണ്ടല്ലോ, ആ സ്റ്റാറിൻ്റെ അവിടെ നല്ല ഷെയ്ക്കാണ്. അതുകൂടാതെ നമുക്ക് സ്റ്റിയറിംഗ് റാക്കിലും ഡാമ്പറിൻ്റെ ആ സൈഡിൽ നിന്ന് നല്ലൊരു പ്ലേ അതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കി, പക്ഷേങ്കിൽ അത് നിൽക്കുന്നില്ല. വീണ്ടും പ്ലേ ഉണ്ട്. ചിലപ്പോൾ ഉള്ളിൽ വരുന്ന റാക്ക് വന്നിട്ട് തേയ്മാനം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെയും കൂടുതൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നതിന്. ചെറിയ ലീക്കും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സ്റ്റിയറിംഗ് റാക്ക് ഫുള്ളായിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു കംപ്ലൈൻറ്റ് സോൾവ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും പെൻഡിങ് വെച്ചിട്ട് ബാക്കി എല്ലാ വർക്കുകളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വണ്ടി ഏകദേശം ഒരു 2,10,000 കിലോമീറ്റർ ഓടിയിട്ടുമുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം എല്ലാ വർക്കും A to Z വർക്കുകൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്താൽ തന്നെ വണ്ടി ഒരു നമുക്ക് തൃപ്തികരമായിട്ട് ഒന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ചായിട്ട് വർക്ക് പെൻഡിങ് വെക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ഫിനിഷ് ആക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഡോർ പാഡും ഈ സീറ്റ് ബെൽറ്റും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്താലും ചെറിയ നോയ്സ് വരാൻ സാധ്യതയുണ്ട് ഡോർ പാഡ് സൈഡിൽ നിന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോഡി വീക്കായിട്ട് എഞ്ചിൻ പോയിട്ട് വീക്കായിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു വൈബ്രേഷൻ നേരെ ബോഡിയിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സൗണ്ട് നമുക്ക് അറസ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ആവും. ബാക്കി സസ്പെൻഷൻ സൈഡ് എല്ലാം കംപ്ലീറ്റും സോൾവ് ആയി. ഈ സ്റ്റിയറിങ്ങിൻ്റെയും കൂടെ ചെയ്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും നമുക്ക് റിലീവ് ആയിട്ടുണ്ടാകും. സസ്പെൻഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീ പ്ലേയും എല്ലാം റിലീസ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതിപ്പോൾ കസ്റ്റമർക്ക് ഫണ്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത് പിന്നെ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ മേജർ നമുക്ക് അലൈൻമെൻറ്റിൻ്റെയും അങ്ങനെയുള്ള സസ്പെൻഷൻ ഭാഗം മാത്രം ചെയ്തത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് അടുത്ത സർവീസിന് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് നിൽക്കുന്നത് തന്നെ. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ആ സൈഡിൽ നിന്ന് കൺസോൾ ബോക്സിൻ്റെ അവിടെ നിന്നും ഒരു സൗണ്ട് ഉണ്ട്. കൺസോൾ ബോക്സിൻ്റെ സൗണ്ട് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ബുഷ് പോകുമ്പോഴാണ് ആ സൗണ്ട് വരുന്നത്. ബുഷ് പോകുമ്പോൾ താഴത്തെ ലെഗ് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ആ ഒരു സൗണ്ട് വരുന്നത് ഇതിനകത്ത്. ഇപ്പോൾ ബുഷ് ഉണ്ട് ഇതിനകത്ത്, അടിയിൽ ലെഗ് എന്നാണ് അപ്പോൾ സൗണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ട്. പിന്നെ ഡീസൽ ഫിൽറ്ററിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അത് നമുക്ക് ആ ഡീസൽ ഫിൽറ്റർ വാർണിംഗ് ലൈറ്റ് കെടുത്താനായിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മറ്റേ അതിൻ്റെ വർക്ക് ചെയ്യുന്ന തനിയെ വീഡിയോ ഉണ്ട്. ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡീസൽ ഫിൽറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റ് എങ്ങനെയാണ് കെടുത്താന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡീസൽ ഫിൽറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റും കെടും. ഇനി അതല്ല, ഇനി അത് ആ വാർണിംഗ് ലൈറ്റ് എന്നിട്ടും കെടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡീസൽ ഫിൽറ്റർ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സെൻസർ ഫോൾട്ട് വരുമ്പോഴാണ് പിന്നെ ആ ഒരു ഫീലിംഗ് വരുന്നത്. എഞ്ചിൻ മൗണ്ടിൻ്റെ വൈബ്രേഷൻ നല്ലോണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മിററിൽ നോക്കിയാൽ തന്നെ
നല്ലൊരു വൈബ്രേഷൻ ഉണ്ട്. മിറർ സാധാ നോർമൽ മിറർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ട്. അതുകൂടാതെ ഈ മൗണ്ട് പോയതിൻ്റെ വൈബ്രേഷനും കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇടുന്നത് വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന ആള് കുറച്ച് പേഴ്സണൽ കാര്യമായതുകൊണ്ട് കുറച്ച് ലീവായിരുന്നു. അപ്പോൾ ആ ലീവൊക്കെ ആയപ്പോൾ നമുക്ക് വീഡിയോ ഇടാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഇനിയിപ്പോൾ എന്തായാലും പഴയ പോലെ തന്നെ ചിലപ്പോൾ വീഡിയോ ഇടും. നേരത്തെ പോലെ നമ്മൾ ആളെ വെച്ചെടുക്കാതെ ഞാൻ തന്നെ എടുത്തിട്ടുള്ള ഒരു രീതിക്കായിരിക്കും ഇടുക. അപ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ എയർ ഫ്ലോ സെൻസറും അതുപോലെ തന്നെ എയർ മാസ് സെൻസറിൻ്റെ ആ ഒരു ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ മാറുകയും ചെയ്യുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസിന് നല്ല വ്യത്യാസമുണ്ട്. കൂടാതെ നമ്മൾ ക്ലച്ച് മാറിയപ്പം വണ്ടി നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് കയറി പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. ക്ലച്ചൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റേസ് ചെയ്യുമ്പോൾ എഞ്ചിൻ മാത്രം മൂന്ന് പറഞ്ഞ് മൂളും. പക്ഷേ വണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യും, വണ്ടി വലിച്ചിട്ട് പോകാത്തൊരു ഫീലിംഗ്. അങ്ങനെ വരുമ്പോൾ എന്തായാലും നമുക്ക് ക്ലച്ച് മാറേണ്ടി വരും. ഇപ്പോൾ ക്ലച്ച് മാറിയതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത്, അതുപോലെ തന്നെ വണ്ടി പുള്ളിങ് ആണെങ്കിലും ശരി എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ മറ്റേ മൗണ്ടിൻ്റെ കാര്യം കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഒന്നുകൂടെ നമുക്ക് പെർഫോമൻസിലും അതുപോലെ വണ്ടി ഓടിക്കാനും നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ പെൻഡിങ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബോൾട്ടും അതുപോലെ തന്നെ സീറ്റ് ലോക്കും ഇൻസുലേറ്റ് ചെയ്യണം. ആ ഡീസൽ ഫിൽറ്ററിൻ്റെ വാണിംഗ് ലൈറ്റ്, ABSൻ്റെ വാണിംഗ് ലൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇനി നോക്കാനുണ്ടാകും. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.